ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, താങ്ക് യു വെരി മച്ച് അലഹാൻഡ്രോ ഗർനാച്ചോ. അറിയായിരുന്നു ഗർനാച്ചോ എന്തായാലും പോകുമെന്ന്. ഇന്നലെ ആയിട്ട് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് കൂടി ഗർനാച്ചോന് ലീവ് ചെയ്യാന്നുള്ളൊരു ന്യൂസ് വന്നിരിക്കുകയാണ്. അമോറിം ആദ്യമേ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ നിന്നെ ഒരു ക്ലബ്ബ് കൊണ്ടുപോയിട്ട് എന്നൊക്കെ. പക്ഷെ അത് കുറച്ചൊരു ഓവറായി പോയില്ല. അത് ഫേക്ക് ന്യൂസ് ആണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ന്യൂസുകൾ കുറച്ച് അടിച്ചിറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവന്റെ ഒരു ബിഹേവിയർ, പിന്നെ അവന്റെ ആ ബ്രദർ ഒരുമാതിരി കളിയൊക്കെ കളിക്കുന്നത് മോശമാണിത്. പക്ഷെ അങ്ങനെ ഒരു വൈറസ് ഉണ്ടാക്കുന്ന രീതി നമുക്ക് ടീമിൽ ആവശ്യമില്ലല്ലോ. നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിനെ നമുക്ക് ആവശ്യമില്ല. പിന്നെ ഗർനാച്ചോ പോട്ടെ, കുറച്ച് നല്ല ഓർമ്മകളും നല്ല നല്ല മിനിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഗർനാച്ചോന്റെ സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ സന്തോഷവാനാണ്. ഒരു യുണൈറ്റഡ് ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് നല്ല സന്തോഷമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്യൂച്ചറിൽ നമുക്ക് ബൈ ചെയ്യാനുള്ള ഒരു ക്ലോസ് കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് വെരി യങ്, വളരെ ചെറിയ ചെറിയ കളിക്കാരൻ, ചെറിയ പ്രായത്തിലുള്ള കളിക്കാരനാണ്. അപ്പോൾ ഒരു ബൈ ഓപ്ഷൻ ക്ലോസ് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു എന്തെങ്കിലും നമ്മുടെ അണ്ണനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നല്ലോ. അതൊക്കെ പോലെ അതാണല്ലോ ഇവന്റെ ഉദ്ദേശം. ഐ ആം ദ നെക്സ്റ്റ് റൊണാൾഡോ. അത് പക്ഷെ ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ആയിപ്പോയി ഗർനാച്ചോന്റെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ. നന്നായി വരട്ടെ. പക്ഷേ പ്രീമിയർ ലീഗ് റൈവൽസിന് കൊടുക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വേണ്ട, അതിന് നിൽക്കാനേ പാടില്ല. സൗദിയിൽ നിന്ന് അൽ നസർ വന്നിട്ടുണ്ട്. അൽ നസറിൽ പോയിക്കോട്ടെ, അവന്റെ ഐഡൽ അവിടെ ഉണ്ട്. റൊണാൾഡോന്റെ കൂടെ കളിക്കട്ടെ, അണ്ണന്റെ കൂടെ കളിച്ച് വളരട്ടെ അവൻ. അപ്പൊ പിന്നെ നമുക്കും നല്ലതാണ്, കുറച്ച് പൈസയും കിട്ടും. അൽ നസറൊക്കെ ആകുമ്പോൾ ചോദിക്കുന്ന പൈസ എടുത്ത് തരുകയും ചെയ്യും. പക്ഷേ പ്രീമിയർ ലീഗ് റൈവൽസിന് ഗർനാച്ചോനെ കൊടുക്കാതെ നല്ല. ചെൽസിയൊക്കെ പിന്നാലെ വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ചെൽസി നമ്മുടെ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഗർനാച്ചോന്റെ പിന്നാലെ വന്നിരുന്നു. അപ്പൊ നമ്മൾ ആ ടൈമിലൊന്നും നമ്മൾ അതിന് തയ്യാറായില്ല. അപ്പൊ എന്തായാലും ഗർനാച്ചോ പോവാണ്. ബൈ ബൈ. നമ്മുടെ ആ ഒരു ഓവർ ഹിറ്റ് കിക്ക് ഗോള് എവർട്ടന്റെ കൂടെയൊക്കെ നടത്തി വെയിൻ റൂണിന്റെ ഗോളിനെ ഇൻസ്പിറേഷൻ പോലെ നമുക്ക് കാണിച്ചു തന്നു. നല്ല 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 സുന്ദര നിമിഷങ്ങൾ കുറേ തന്നിട്ടുണ്ട് ഗർനാച്ചോ. സന്തോഷം തന്നെ. പോയി നല്ല പോലെ കളിച്ച് നല്ല സെറ്റായിട്ട് വരട്ടെ. പിന്നെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാസ്മസ് ഹോയ്ലുണ്ടിനെ ഇന്റർ ഓൾമോസ്റ്റ് വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ വിത്ത് ഒബ്ലിഗേഷൻ. അതായത് ഫസ്റ്റ് നമ്മൾ ലോണിലേ എടുക്കുള്ളൂ, പിന്നെ എത്രയോ 40 മില്യൺ അത്രയേ പറയുന്നുള്ളൂ. നമ്മുടെ പ്ലേയേഴ്സിന്റെ പ്രൈസിങ് ഭയങ്കര, കാരണം അവന്മാര് കളിക്കുന്നില്ല, പിന്നെ നമുക്ക് പ്രൈസും കിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അങ്ങനെ ഒരു ഡീലില് ഇന്റർ വാങ്ങിക്കോളാന്നുള്ളത്. പക്ഷെ അവന്മാര് ചോദിക്കുന്നത് സിർക്സിയും അവർക്ക് വേണം. അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. സിർക്സിനെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. സിർക്സിനെ ശരിക്കും ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആക്കിയിട്ട് വെക്കാം. ഹോയ്ലുണ്ട് മാത്രം പോയിക്കോട്ടെ, സിർക്സി ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സിർക്സിന്റെ ആ ഒരു ഹോൾഡിങ്, ബോൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലേ, അത് നമ്മളിപ്പോൾ അവരെ സെറ്റായി വന്നേ ഉള്ളൂ. ഫസ്റ്റ് നമുക്കത് കാണാൻ പറ്റിയില്ല. ലാസ്റ്റിൽ നമ്മൾ നല്ലപോലെ കണ്ടിരുന്നു. ആർസണലിന്റെ കൂടെ FA കപ്പ് മാച്ചിലൊക്കെ എന്താ സാലിബേനെയൊക്കെ നെഡ്മക്കൊക്കെ ചെയ്തത്. അടിപൊളി കളിയായിരുന്നു. നിർഭാഗ്യവശാല് ലാസ്റ്റ് ടൈമിൽ പരിക്ക് വന്നു, സീസൺ ഔട്ട് എന്നുള്ള രീതിയിലായി. പക്ഷേ ലാസ്റ്റ് യൂറോപ്പ ലീഗ് ഫൈനലിലേക്ക് തിരിച്ചു വന്നു. സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഇറങ്ങി. ആകെ ഒരു 10 to 20 മിനിറ്റ്സ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സിർക്സിനെ കൊടുക്കണ്ട. സിർക്സിനെ ശരിക്കും നമുക്കൊരു ബാക്കപ്പ് ആക്കിയിട്ട് വെക്കുന്നത് വളരെ നല്ലോണം നമുക്ക് ഉപകാരപ്പെടും. കാരണം നമുക്ക് ആ ഒരു സ്ക്വാഡ് ഡെപ്ത് വേണം. എന്തായി കഴിഞ്ഞാലും സ്ക്വാഡ് ഡെപ്ത് വേണം. അതില്ലാതെ നടക്കില്ല. ചാമ്പ്യൻസ് ലീഗിലെ യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ സ്ക്വാഡ് ഡെപ്ത് വേണമല്ലോ. കാരണം എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. FA കപ്പ് ഉണ്ടാവും, കർബാവ് കപ്പ് മാച്ചസ് ഉണ്ടാവും, ലീഗ് മാച്ചസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ സ്ക്വാഡ് ഡെപ്ത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹോയ്ലുണ്ട് എന്തായാലും പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യോക്കോറസിന്റെ ഡീൽ നടത്താൻ പറ്റുള്ളൂ. ഗ്യോക്കോറസിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ട്. ഒക്കെ റെഡിയാണ്. 59-60 ആ ഒരു റേഞ്ച്, 60-65 ആ ഒരു റേഞ്ചിൽ പൈസയൊക്കെ റെഡിയാണ്. പക്ഷെ ഈ ഒരു ഔട്ട് ഗോയിങ്സിന്റെ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും അത് ഇതാവുന്നത്. പിന്നെ ഒരു ഹോട്ട് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുമാണ്. കാരണം ടോട്ടൻഹാം സാക്ക് ചെയ്തല്ലോ, ആൻജേനെ സാക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൻഹാം ഇപ്പൊ അടുത്ത പോയിരിക്കുന്ന കോച്ച് മാനേജർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെൻഫോർഡിന്റെ തോമസ് ഫ്രാങ്കിന് പിന്നാലെ. അപ്പൊ തോമസ് ഫ്രാങ്ക് ഫസ്റ്റ് ടോട്ടൻഹാമിന് വെച്ച ഡിമാൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
എംബുമെനെ യുണൈറ്റഡിന് ഹൈജാക്ക് ചെയ്യാൻ. ഞാൻ ഞാൻ ഇപ്പോൾ ഇന്നാണ് ഞാൻ ആ ന്യൂസ് കണ്ടത്. അയ്യോ, അതിനി എന്താവോ ഒന്നും അറിയില്ല. ഇത് ലാസ്റ്റ് 99% എത്തിയിട്ട് എന്താ പറയാ, ഇലയിട്ട് സദ്യക്ക് വേണ്ടിയിട്ട് ഇലയിട്ടിട്ട് സദ്യ ഇല്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായി പോവാൻ പാടില്ല. അങ്ങനെ ഒരു ഹൈജാക്കിന് സമ്മതിക്കാൻ പാടില്ല. ആ റിവർ പ്ലേറ്റിന്റെ ഒരു പ്ലെയറിനെ മാഡ്രിഡ് സൈൻ ചെയ്തില്ല ലാസ്റ്റ്, ആ വണ്ടർ കിഡ്. PSG ആയിരുന്നു അതുവരെ റണ്ണിങ് റേസിന്റെ ഫ്രണ്ടില്. അവസാന ടൈമില് സാബി ഒരൊറ്റ വർത്താനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഫോൺ കോൾ പോയ പോലെ പോയി ഡയറക്റ്റ് ചെക്ക യൂട്ടേൺ എടുത്ത് ബെർണാബിലെത്തി. അതുപോലെ ഒരു എംബോമെ എങ്ങാനും തോമസ് ഫ്രാങ്ക് വിളിച്ച് ഞാൻ നിനക്ക് ചാമ്പ്യൻസ് ലീഗ് തരാം, അത് തരാം. കാരണം പുള്ളിയുടെ കൂടെ കളിച്ചതാണല്ലോ. പുള്ളിയുടെ കൂടെ കളിച്ചതാകുമ്പം ഒരു പേടി അതില്ലാതിരിക്കട്ടെ, അതില്ലാതിരിക്കട്ടെ. കാരണം തോമസ് ഫ്രാങ്കിന്റെ അവര് ഫൈനലൈസ് ഒന്നും ആയിട്ടില്ല ടോട്ടൻഹാം. സ്റ്റിൽ ടോക്സ് ഓൺ ഗോയിങ് ആണ്. എനിക്ക് തോന്നുന്നു അത് ഓൾമോസ്റ്റ് ഡൺ ആവാൻ സാധ്യത ഉണ്ട്. അതാണ് ഇപ്പൊ ഈ ന്യൂസുകൾ പുറത്തേക്ക് വന്നത്. ഫസ്റ്റ് ഡീല് കൊടുത്തിരിക്കുന്നത് എംബുമെനെ ഹൈജാക്ക് ചെയ്യണം. അപ്പൊ എത്രയും വേഗം അതൊന്നും ഒരു ഹിയർ വിഗോ. ഞാൻ ഇന്നലെ അത് ഓൾമോസ്റ്റ് ഡൺ ആയി, സെക്കൻഡ് ബിറ്റ് കൊടുത്തു എന്നൊക്കെ കണ്ടു. ഇന്ന് ഞാൻ വിചാരിച്ചു ഹിയർ വിഗോ വരുന്നതാണ്. പക്ഷെ ഇത്ര ടൈമായിട്ടും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇനി എന്താണെന്ന് അറിയില്ല. ഇനി വീണ്ടും ഈ ഹൈജാക്കിന്റെ പിന്നാലെ പോയോ, ഇല്ലെങ്കിൽ ബ്രെൻഫോർഡ് വീണ്ടും പ്രൈസ് കയറ്റി വെച്ചോ, നമ്മൾ വിഡ്രോ ആയോ, ഒന്നും അറിയില്ല. പക്ഷെ പിന്നോട്ട് പോവാണ്ട് അതൊന്ന് ഡീലൊന്ന് ക്ലോസ് ചെയ്യണം. ഹൈജാക്ക് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഡീല് ക്ലോസ് ചെയ്തതിനാലാണ് നമുക്ക് അടുത്ത ക്യൂക്കോറസിലേക്ക് മാറാൻ പറ്റുള്ളൂ. പിന്നെ എമി മാർട്ടിനസിൻ്റെത് ഭയങ്കര പോസിറ്റീവ് ലിങ്ക്സുകൾ വന്നോണ്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടിങ് ലൈനപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എമി മാർട്ടിനസിലാണ് തുടക്കം. ഒനാന ഓൾമോസ്റ്റ് പോകുന്ന തന്നെയാണ്. എമി പക്ഷെങ്കിൽ 30 മേലെ അബവ് 30 ഒന്നും എമിക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയേ ഏജ് ഉള്ളൂ. അത്രക്കായിരം പ്രൈസ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അവിടെ. ഒരു 20-25 ഒക്കെ ആണെങ്കിൽ ആ ഡീല് ക്ലോസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. കാരണം നമുക്കൊരു ഗോൾ കീപ്പർ അത്യാവശ്യമാണ്, വേറെ ആരും നമുക്കില്ല. കേപ്പ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ കേപ്പയെ ഇപ്പോൾ ആർസണൽ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് കൊണ്ടുപോവാണ്. റയയുടെ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് കേപ്പ അത് ഓൾമോസ്റ്റ് അഗ്രി ചെയ്തിട്ടുണ്ട്. അതും 20 മില്യൺ എങ്ങാനേ ഉള്ളൂ. അങ്ങനെ ഒരു കീപ്പർ നമുക്ക് മതിയായിരുന്നു. പിന്നെ ആ ഒരു സാവിച്ച് ഉണ്ടല്ലോ, സമ്മറിൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് കുറേ ലിങ്ക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അഡോറ് സാധനം, ആ ഹൈറ്റ്, നമ്മുടെ ഡൊണാറുമയുടെ ഒക്കെ ഒരു ഹൈറ്റിൽ ഒരു കപ്പിത്താൻ സാധനം സാവിച്ച്. ഒരു മൊട്ട, എന്നെ പോലെ ഒരു മൊട്ട താടിയൊക്കെ വെച്ചിട്ടുള്ള പുള്ളിക്കാരൻ അടിപൊളിയാണ്. പുള്ളിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല റിഫ്ലക്ഷൻ സേവ്സും കാര്യങ്ങളും, ആളെ അടിപൊളിയാണ്. പുള്ളിയും ചീപ്പ് ഓപ്ഷൻ ആണ്, കിട്ടിയിട്ടില്ലെങ്കിൽ സെറ്റാണ്. എനിക്ക് തോന്നുന്നു എന്തായാലും ഒനാനിയും ബായിന്തറും രണ്ടുപേര് പോവാണെങ്കിൽ ഓൾമോസ്റ്റ് 2 ഗോൾ കീപ്പേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ഹീറ്റൺ ആണുള്ളത്. ഹീറ്റണ് പ്രായമായി, നമ്മൾ അധികം ഇതാക്കില്ല. അപ്പൊ ഈ സാവിച്ചിനെയും മിട്രോ സാവിച്ചിനെയും പിന്നെ നമ്മുടെ എമി മാർട്ടിനസും ആണെങ്കിൽ ഓക്കെ, സെറ്റാണ്. അതധികം വലിയ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല, നമുക്കത് സെറ്റാവും. എമിയെ കുറേ പേർക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അവന്റെ സ്വഭാവമൊക്കെ കുറച്ച് മോശമാണ്. പക്ഷേ നല്ല സേവുകളും അർജന്റീനയൊക്കെ വേൾഡ് കപ്പ് എടുത്തു കൊടുത്തതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്, അത് അറിയാലോ. പിന്നെ ആസ്റ്റൺ വില്ലേനെ ഇത്രത്തോളം ചാമ്പ്യൻസ് ലീഗിലെ ക്വാർട്ടർ വരെ എത്തിച്ചതിൽ എമിക്ക് നല്ല പങ്കുണ്ട്. നല്ല നല്ല സേവുകളാണ്. പക്ഷെ അവന്റെ സ്വഭാവം കുറച്ച് മോശമാണ്, അത് നന്നാക്കിയാൽ മതി. അതേ ആവശ്യമുള്ളൂ. ഈ ഗെർനാച്ചോനൊക്കെ പറഞ്ഞു വിടുന്നത് എന്തുകൊണ്ട് ആ സ്വഭാവം മോശമായതാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വിരോധം ഉണ്ട് ഗെർനാച്ചോനോട്. തൊട്ടതിനും പിടിച്ചതിനും അതിടുക, കമന്റ് ഇടുക, മറ്റിടുക. അവന്റെ ബ്രദറാണെങ്കിൽ അതിലും വലുത്. അതൊക്കെ കാരണമാണ് ഇവരൊക്കെ ഫുട്ബോളിലെ കരിയർ നശിപ്പിക്കുന്നത്. പക്ഷെ ഗെർനാച്ചോ പോട്ടെ, പോയി നന്നാവട്ടെ. പ്രീമിയർ ലീഗ് റൈവൽസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ 100+ നിർബന്ധമായിട്ട് ചോദിക്കണം. നമ്മൾ ഓരോ പ്ലേയേഴ്സിന്റെ അടുത്ത് പോകുന്ന നേരം തെറ്റില്ലാത്ത പൈസ പറയുന്നിട്ടില്ല. അപ്പൊ അതുപോലെ എന്താ നമ്മൾ ചോദിക്കുക, ഒരു 120 മില്യൺ തരട്ടെ. ചെൽസിക്ക് വേണം, ആർസണലിന് വേണം, ആർക്കാണ് വേണ്ടത് ഒരു 120 മില്യൺ തരട്ടെ. അതല്ല അത്ലറ്റിക്കോ മാഡ്രിഡ്, നെപ്പോളി, ഇഷ്ടംപോലെ നെപ്പോളി, ബയൺ ലെവർകുസൻ, നമ്മുടെ ടെൻ ഹാഗ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആന്റണി, ഗർനാച്ചോ, ഒനാന, ഇവരെ 3 പേരെയും കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടു. പക്ഷെ അവർക്ക് ആ വിറ്റ്സിന്റെ സെയിൽ നടക്കണം. വിറ്റ്സും ഫിർമ്പോങ്ങും 2 പേരും പോയി. വിറ്റ്സിന് എനിക്കൊന്ന് 135 ആണെന്ന് തോന്നുന്നുണ്ട്. അതും ഫിർമോങ്ങിൻ്റെ 35 ഉണ്ട്. 170 ഉണ്ടല്ലോ. സുഖസുന്ദരമായിട്ട് നമ്മളെ 3 പേരും കൊണ്ടുപോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.